നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ ഇപ്പോൾ ലൈഫിലുള്ള ആൾക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, പിന്നെ എന്താണ് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുള്ള അവരുടെ ഉദ്ദേശം കേട്ടോ. നിങ്ങൾ സ്നേഹിക്കുന്ന ആളായിരിക്കാം, നിങ്ങൾ സ്നേഹിക്കാത്ത ആളായിരിക്കാം, നിങ്ങളുടെ ലൈഫിലുള്ള ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളെക്കുറിച്ചിട്ടുള്ള റീഡിങ്ങാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ 3 കളേഴ്സാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. ഒന്ന് റെഡ്, ഒന്ന് യെല്ലോ, ഒന്ന് ഗ്രീൻ. റെഡ്, യെല്ലോ, ഗ്രീൻ കേട്ടോ. ഇത് 3-ൽ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എല്ലാവർക്കും റെസണേറ്റ് ചെയ്യണമെന്നില്ല, കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ഫോഴ്സ് ചെയ്ത് റെസണേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്, എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എടുക്കാൻ പോകുന്ന യെല്ലോ സെലക്ട് ചെയ്തൊരു റീഡിങ്ങാണ്. യെല്ലോ സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണെന്നാണ് ആദ്യം നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, മെസ്സേജ് യെല്ലോ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, എനിക്ക് കാർഡ് 3 കാർഡാണ് കിട്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ്. ഒന്ന് സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ ത്യജിക്കുക. നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് സാക്രിഫൈസ് ചെയ്യുക, ത്യജിക്കുക. അതുകൊണ്ട് മറ്റുള്ളവർക്കും നിങ്ങൾക്കും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. നിങ്ങളപ്പോൾ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ചേർത്ത് പിടിച്ചിട്ടുള്ള സിറ്റുവേഷനാണ്, പക്ഷെ അതുകൊണ്ട് മറ്റുള്ളവർക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നിങ്ങളുടെ കൂടെയുള്ളവർക്കും നിങ്ങൾക്കും ഇത് അത്യാവശ്യമാണ്, ഈ കാര്യം ത്യജിക്കുക എന്നത്. അതാണ് കാണിക്കുന്നത്. പിന്നെ കുണ്ടലിനി യോഗ, ഹാർമണൈസ് യുവർ 7 ചക്രാസ്. അപ്പോൾ നമ്മളുടെ നട്ടലിൽ 3 പോയിൻറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ അത് ബ്ലോക്കായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് ക്ലീൻ ചെയ്യണം, അത് ഹാർമണൈസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹെൽത്തും എല്ലാ കാര്യത്തിലും മനസ്സമാധാനം എല്ലാം വരും, മനസ്സിലായോ? 7 ചക്രയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് മുഴുവൻ ക്ലെൻസ് ചെയ്യണം. അപ്പോഴേ നമുക്ക് നല്ല സമാധാനവും നല്ല ഉറക്കവും കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ നമുക്ക് അത് നമ്മൾ മിക്കവാറും നമ്മളെന്താ വെച്ചാൽ നമ്മൾ വിചാരിച്ച് വെക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്നാണ് നമ്മളുടെ ഒരു ധാരണ. അതല്ല, ശരിക്കുള്ള കാര്യങ്ങൾ വേറെന്തൊക്കെയോ ആണ് എന്ന് മനസ്സിലാക്കി തരും ഈ ക്ലെൻസിങ്, പ്യൂരിഫിക്കേഷൻ, ഹെൽപ്പിംഗ് ഹാൻഡ്. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളോട് എന്താ പറയുക, സഹായം ചോദിച്ചു വരുന്നവരോട് തിരിച്ചൊരു ഇതും റിവാർഡും പ്രതീക്ഷിക്കാതെ നമ്മൾ സഹായിക്കുക, അതാണ് വേണ്ടത്. പിന്നെ നിങ്ങൾക്കൊരു പുതിയ സിറ്റുവേഷൻ, നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ ആളുകൾ, പുതിയ സ്ഥലങ്ങൾ, നിങ്ങളെവിടെയെങ്കിലും പോവുകയാണ്, ട്രാൻസ്ഫർ ആവുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും നിങ്ങൾ പോകുമ്പോൾ ഓരോ സ്ഥലത്തൊക്കെ. പക്ഷേ അവിടെ ഒന്ന് ശ്രദ്ധിച്ച് പോകണം, അല്ലെങ്കിൽ പുതിയ ആൾക്കാർ ലൈഫിലേക്ക് വരുമ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിച്ച് ഇടപെടണമെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ ജിപ്സി ഓറക്കിളാണ് നോക്കുന്നത്. നല്ല കാറ്റ് വീശുന്നുണ്ട്. ഇതും ഓറക്കിൾ തന്നെയാണ്. ഇത് ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓറക്കിളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള ആൾക്ക് നിങ്ങളോടുള്ള ഫീലിങ്സും ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ആ പേഴ്സൺ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ഓൾഡ് വുമൺ ആണ് വന്നേക്കുന്നത് കേട്ടോ. ഓൾഡ് വുമൺ, ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ബന്ധപ്പെട്ട ആരോ ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഓറക്കിൾ മെസ്സേജസ്. ഇനി ഞാൻ പോകാൻ പോകുന്നത് നിങ്ങളുടെ ടാരോ റീഡിങ്ങിലേക്കാണ്.
നിങ്ങളും ഇപ്പം നിങ്ങളുടെ ലൈഫിലുള്ള ആളുമായിട്ടുള്ള എനർജി എന്താണ്? നിങ്ങളും നിങ്ങളുടെ ലൈഫിലുള്ള ഇപ്പോഴത്തെ ആളുമായിട്ടുള്ള എനർജി എന്താണ്? ചില സമയത്ത് കാറ്റടിക്കുമ്പോഴേ നമ്മൾക്ക് ആരോ പാട്ട് പാടുന്ന പോലെ തോന്നും, എന്തോ പാട്ട് കേൾക്കുന്ന പോലെ. എന്നാൽ ആരും പാടുന്നില്ല, പക്ഷേ ആ കാറ്റിലൊരു പാട്ടുള്ള പോലെ. ഓക്കെ, പേജ് ഓഫ് കപ്സ് അപ്രൈറ്റ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു അപ്പോളജി വരുന്നുണ്ട്. അപ്പോൾ ആരോ ഒരാൾ മറ്റേ ആളോട് ക്ഷമാപണം നടത്താനുണ്ട്. ഓക്കെ, ഇത് ക്ഷമാപണത്തിൻ്റെ ഇതാവാം, അതല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം വളരെ ക്ഷമയോടെ കേൾക്കാൻ മറ്റേ ആൾ സന്നദ്ധത പ്രകടിപ്പിക്കും. അതുമല്ലെങ്കിൽ ഇത് ഗോസിപ്പായിരിക്കാം, എന്തെങ്കിലും പരദൂഷണം. ഓക്കെ, അല്ലെങ്കിൽ റൂമേഴ്സ്, നിങ്ങളെക്കുറിച്ച് എന്തോ തെറ്റായ കഥകൾ കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച്, നിങ്ങളുടെ ലൈഫിലുള്ള ആളെക്കുറിച്ച് നിങ്ങൾ കേൾക്കാൻ ഇടവരുക. അതൊക്കെയാണ് കാണിക്കുക. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ പേജ് ഓഫ് കപ്സിന്. ഒരാൾ പറയുന്നത് മറ്റേയാൾ ക്ഷമയോടെ കേൾക്കാനുള്ള സന്നദ്ധതയും കാണിക്കണം എന്നൊരു അല്ലെങ്കിൽ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ചിലപ്പം നിങ്ങൾ പറയുന്നത് ക്ഷമയോടെ കേൾക്കാനായിട്ട് മറ്റേയാൾക്ക്, നിങ്ങളുടെ ലൈഫിലുള്ള ആൾക്ക് സന്നദ്ധ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ പേഴ്സൺ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനുള്ള മനസ്സുണ്ടാവില്ല. കാരണം നമ്മൾ മിക്കവാറും ഓരോ പ്രജുഡിസ് ആണെന്ന് വെച്ചാൽ മുൻവിധിയോടുകൂടിയാണ് കാണുക. പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ ഇത് തന്നെയാണ് പറയാൻ പോകുന്നത്. പക്ഷേ ആ പേഴ്സൺ പറയാൻ പോകുന്നത് എന്താണെന്ന് നമുക്കറിയില്ല, ആ പേഴ്സൺ മാത്രമേ അറിയുള്ളൂ. അപ്പം ക്ഷമയോടെ കേൾക്കുക. ഇവിടെ ചാരിയറ്റ് കാണിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് സ്ട്രോങ് വിൽ പവറുള്ള, ഭയങ്കരമായിട്ട് മനസാന്നിധ്യമുള്ള ഒരു എനർജിയാണ് ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് ഒരു കാര്യം വിചാരിച്ച് അത് നേടിയെടുക്കാനുള്ള മനക്കരുത്തുള്ള ഒരു എനർജി. അതുപോലെ തന്നെ മറ്റേ എനർജി ഇവിടെ നൈറ്റ് ഓഫ് വോൺസ് ആണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വെഞ്ചറസ് ആണ്, പെട്ടെന്ന് ബോറടിക്കുന്ന ആൾക്കാരാണ്. ഒരു സ്ഥലത്തുനിന്ന് എനിക്കിവിടെ ബോറടിച്ച് ഒരു രസമില്ല, അതുകൊണ്ട് അപ്പോൾ വേറൊരു സിറ്റുവേഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി, ഒത്തിരി ഒരു പ്ലെയർ എനർജിയാണ്. അപ്പോൾ എന്താ രസം എന്ന് വെച്ചാൽ ഒരാൾ വളരെ സ്ലോ ആയിട്ട് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരാൾ, മറ്റേ ആൾ ഒട്ടും ക്ഷമയില്ലാത്ത ഒരാൾ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരാൾ വളരെ സ്ലോ ആയിട്ട് പെരുമാറുന്നു, മറ്റേ ആൾ ഭയങ്കര ഫാസ്റ്റായിട്ട് പെരുമാറുന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു സിങ്ക് ഉണ്ടാവില്ല. എന്നുവെച്ചാൽ ഇയാൾ പറഞ്ഞു വരുമ്പോഴേക്കും ഇയാൾ സ്ഥലം വിട്ടിട്ടുണ്ടാവും. മനസ്സിലായി? അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ പേഴ്സൺ, നിങ്ങളുടെ ലൈഫിലുള്ള ആളുടെ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് അവരുടെ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അത് നമുക്കാദ്യം നോക്കാം. അവരുടെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ, നിങ്ങളുടെ ലൈഫിലുള്ള ആളുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ ലൈഫിലുള്ള ആളുടെ അവസ്ഥ എന്താണ്? ആൻസർ വീഴുന്നില്ല. വേൾഡ്, ഈ പേഴ്സൺ എബ്രോഡ് പോകാൻ വെയിറ്റ് ചെയ്യാണോ, അതോ എബ്രോഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണോ? അപ്പോൾ എബ്രോഡ് ഇരുന്നാലും സ്പൈ ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? ഒന്നുമില്ലെങ്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ, പക്ഷെ എവിടെ പോയാലും ആരോ ഈ പേഴ്സണെ സ്പൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ആരെയോ സ്പൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ പേജ് ഓഫ് പെൻറ്റക്കിൾസ്, 2 പേജസാണ്. അപ്പോൾ വളരെ യങ് എനർജിയാണിത്, വളരെ ഇമ്മെച്യൂർഡായ എനർജിയാണ്. ഈ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഇമ്മെച്യൂർഡ് ആണെങ്കിലും, വളരെ യങ് ആണെങ്കിലും ചെറുപ്പത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്ലാനിങ്ങോട് മുമ്പോട്ട് പോകാനും, എനിക്ക് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ ഈ പേഴ്സൺ എന്താണ് വേണ്ടത് എന്ന് അറിഞ്ഞ് അതിൻ്റെ പുറകെ പോകാനും മനസ്സന്നദ്ധതയുള്ള ഒരാൾ. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ കൂടുതൽ പൈസ ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ ഈ പേഴ്സണ് ഒരു ബിസിനസ്സൊക്കെ ഇതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ട്രാവൽ ചെയ്യുന്ന ഒരാളായിരിക്കാം, മനസ്സിലായോ? അപ്പോൾ
വേറൊരു റീഡിങ് ഇവിടെ കാണിക്കുന്നത് വെച്ചാൽ വേൾഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീഷനാണ്. ഈ സൈക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം, ഒരു ഫേസിൻ്റെ അവസാനം, ഒരു PHAC ഫേസ്. അപ്പോൾ ഒരു സിറ്റുവേഷൻ്റെ അവസാനം. പക്ഷേ അതിൽ പേജ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഈ പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പുതിയ വഴികൾ അന്വേഷിക്കും. മനസ്സിലായി? ഈ വഴി നോക്കിയിട്ട് കാണുന്നില്ല, നിങ്ങൾ ഫോൺ വിളിച്ചാൽ എടുക്കില്ല, അപ്പോൾ നമ്പർ മാറ്റിയിട്ട് വേറെ നമ്പറിൽ നിന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്തേക്കുകയാണെങ്കിൽ വേറെ ID ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങളെ മെസ്സേജ് ചെയ്യുക സ്ട്രേഞ്ചർ പോലെ. അങ്ങനെ നിങ്ങളോട് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളല്ലെങ്കിൽ വേറൊരാളെ, ഈ പേഴ്സൺ പല വഴികളും നോക്കുന്ന ഒരാളാണ്. അതുപോലെ ഈ പേഴ്സൺ ഓഫർ ചെയ്യും, മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു പ്ലാനിങ്ങും ഉണ്ട്. മനസ്സിലായോ? പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ്, ഭയങ്കര ഒരു കാര്യത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അത് നേടുന്നത് വരെ അതിൻ്റെ പുറകെ ഇരിക്കാൻ വളരെയധികം ക്ഷമയുള്ള ഒരു എനർജിയാണത് കേട്ടോ. അതാണ് ഈ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ. അപ്പം നിങ്ങളായിട്ടാണോ ഒരു കംപ്ലീഷൻ അയക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ വേറെ വഴികൾ കണ്ടുപിടിക്കും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള കേട്ടോ. ഈ പേഴ്സൻ്റെ പ്ലെയർ എനർജി കൊണ്ടാണോ നിങ്ങൾ വേണ്ടാന്ന് വെച്ചത്? അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പക്ഷെ നിങ്ങൾ ഫോൺ എടുക്കുന്നില്ല, മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പേഴ്സൺ വേറെ വഴികൾ കണ്ടെത്തും നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക്, ഈ പേഴ്സണ് നിങ്ങളോടുള്ള യെല്ലോ സെലക്ട് ചെയ്തവരോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? കാർഡ്സ് വീണു പറഞ്ഞു. ഓക്കെ, ഭയങ്കര ഇമോഷണൽ ആയിട്ടിരിക്കുകയാണ്. അതുപോലെ ഈ പേഴ്സൺ എന്താണ് ഈ പേഴ്സൺ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ പേഴ്സൺ ചെയ്ത കാര്യങ്ങൾ എന്താണ് എന്ന് രണ്ടാമത് കുത്തിയിരുന്ന് ആലോചിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ചെയ്തത് ശരിയായോ? ഇപ്പോൾ നിങ്ങൾ അകന്നിരിക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ആലോചിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്തത്, ഇനി ഇതിനെന്താണ് പ്രതിവിധി, അതൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഇമോഷണലാണ് പേഴ്സൺ. അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക, കുറച്ചൊരു കണ്ണിങ്നെസ്സും ഉള്ള ഒരു എനർജിയാണ് കേട്ടോ. എന്നുവെച്ചാൽ കുറച്ച് കള്ളത്തരമുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ ഒറ്റയ്ക്കിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുമായിട്ട് അകന്നപ്പോൾ ഈ പേഴ്സണ് ഇൻഡിപെൻഡൻസ് ഉണ്ട്. ഈ പേഴ്സണ് തോന്നിയ പോലെ ജീവിക്കാം, അതുണ്ട്. പക്ഷേ എന്നാലും ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഈ സിറ്റുവേഷൻ ഇങ്ങനെ മോശമായെങ്കിലും ഇതിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ. നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഈ പേഴ്സൺ. നിങ്ങളോടുള്ള ഫീലിങ്സ് പറഞ്ഞാൽ ഇവിടെ ലവ് ഒന്നും കാണിക്കുന്നില്ല, ഇവിടെ എംപ്രസ് റിവേഴ്സാണ്. ഒരു ഇത്തിരി സെൽഫിഷായ ഒരു നിങ്ങളെ കാണുന്നത് ഒരു സെൽഫിഷായ ഒരു എനർജി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. അതുപോലെ നിങ്ങൾ ഈ പേഴ്സൺ പറയുന്നതൊന്നും കേൾക്കാനുള്ള ക്ഷമയില്ല നിങ്ങൾക്ക്. അതുപോലെ ഈ പേഴ്സണ് ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ നിങ്ങളെ തിരിച്ച് കൊണ്ടുവന്നാലും മാത്രമേ ഈ പേഴ്സണ് ഒരു മനസമാധാനം കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇങ്ങനെ ഒരു തക്കം നോക്കി നിൽക്കുകയാണ്, എങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നു. പല വഴികളും നോക്കും, ഫ്രണ്ട്സിന് വഴി, അല്ലെങ്കിൽ നേരിട്ട് നിങ്ങളോട് വന്ന് സംസാരിക്കാൻ നോക്കും, നിങ്ങളുടെ ഓഫീസിൽ വരിക, അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കും ഈ പേഴ്സൺ കേട്ടോ. കാരണം ഈ പേഴ്സണ് നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്താലേ ശരിയാവുള്ളൂ, അല്ലാതെ ഇത് റിലേഷൻഷിപ്പ് വിട്ട് കളഞ്ഞാൽ ശരിയാവില്ല എന്നൊരു ചിന്ത ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള കുറച്ച് കുറച്ച് ക്രൂരതയുള്ളൊരു മനുഷ്യനും കൂടിയാണ്. നുണ പറയാൻ മടിയില്ലാത്ത മനുഷ്യത്തി ആരുമാവട്ടെ, പെണ്ണോ ആണോ ആയിക്കോട്ടെ. പിന്നെ ഈ പേഴ്സൺ കുറച്ചൊരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ട്, പക്ഷേ ചെയ്തതിന് അത് ഗിൽറ്റി കോൺഷ്യസ് വേണമെങ്കിൽ അയ്യോ മണ്ടത്തരം ചെയ്തു, അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നൊരു ചിന്തയും കൂടി ആവാം. മനസ്സിലാവുണ്ടോ? പ്ലെയർ എനർജിയാണ്. അപ്പോൾ പ്ലെയർ എനർജീസ് ഒരിക്കലും അവർ എന്താ പറയുക, ഇവരെപ്പോഴും ചിന്തിക്കുന്ന സംസാരിക്കുന്നതിന് എന്താ കുഴപ്പം എന്ന് ചിന്തിക്കുന്ന കുറച്ച് എനർജീസാണ് അവർ. ഓക്കെ, നമ്മൾ റിലേഷൻഷിപ്പ് വേണ്ട, എന്നാലും ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഓക്കെ നിങ്ങൾ കോൺടാക്റ്റ് ഇരിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവരിൽ നിന്ന് അകന്നു പോകാൻ പറ്റുന്നത്. നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് അല്ല, ഒരു പ്രാവശ്യം ഈ പേഴ്സണെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പേഴ്സൺ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു വരും എന്നൊരു മിഥ്യാബോധം, ചിലപ്പോൾ ശരിയായിരിക്കാം, അങ്ങനെ ഒരു ചിന്തയും കൂടെ ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഈ പേഴ്സൺ വരണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സൻ്റെ ഫോൺ എടുക്കുകയോ എങ്ങനെയെങ്കിലും കോൺടാക്റ്റ് വരണം
എന്നാൽ ഈ പേഴ്സണ് നിങ്ങളുടെ മനസ്സ് മാറ്റാൻ പറ്റുമെന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള വഴിയും കൂടെ നോക്കുന്നുണ്ട്. എന്തായാലും തക്കം പാർത്ത് നോക്ക്, ഈ പേഴ്സൻ്റെ ഫേസ് നോക്കിക്കോ. ഒരു ചാൻസ് നോക്കി നിൽക്കുകയാണ്, ഒരു തക്കം പാർത്തിരിക്കുകയാണ്. ഓക്കെ, ചാൻസ് കിട്ടിയ ഉടനെ ചാടി ഫോൺ മീൻസ് സംസാരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കും. അതിനാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ ഈ പേഴ്സൺ എബ്രോഡായിരിക്കും, അതുകൊണ്ട് ഡിസ്റ്റൻസ് ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇവിടെയും ഈ പേഴ്സൺ പുറത്തുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ടാണ് ഈ പേഴ്സണ്. കാരണം ലീവ് കിട്ടാനായിട്ട് കാത്തിരിക്കണം. ഓക്കെ, പേഴ്സൺ നിങ്ങൾ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് കമ്പനി ലീവ് കൊടുക്കണം എന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ലീവ് കിട്ടാൻ വേണ്ടി പേഴ്സൺ വെയിറ്റ് ചെയ്യണം. ലീവ് കിട്ടിയാൽ ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് ഈ പേഴ്സണോട് സ്നേഹമുണ്ടെന്ന് ഇവിടെ തോന്നുന്നില്ല, ഈ പേഴ്സണോട് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് തോന്നുന്നില്ല. ഇമോഷൻസ് ഇവിടെ കാണിക്കുന്നേ ഇല്ല. ഈ ഒരു ഇത് കാണിക്കുന്നത് സംസാരിക്കാൻ, കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, എന്താണ് ശരിക്കും ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ടെൻ ഓഫ് സ്വേർഡ്സ് കാണിക്കുന്നുണ്ട്. ടെൻ ഓഫ് സ്വേർഡ്സും 2 ഓഫ് പെൻറ്റക്കിൾസും റിവേഴ്സും. ഈ പേഴ്സൺ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല കേട്ടോ. പ്രയോറിറ്റിയുടെ ഇത് റിവേഴ്സാണ് വന്നേക്കുന്നത്. ഒട്ടും ഓർഗനൈസ്ഡ് അല്ല, മനസ്സിലായോ? ഒരു എന്താ പറയുക, ചിലപ്പോൾ ഓവർ ബേർഡൻഡ് ആയിരിക്കാം. ജോലി തിരക്കോ റിലേഷൻഷിപ്പ്, ചിലപ്പോൾ കൂടുതൽ ആളുകളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവാം, നിങ്ങൾ മാത്രമല്ലായിരിക്കും റിലേഷൻഷിപ്പിലിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ പ്രയോറിറ്റി നിങ്ങളല്ല, മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു പെയിൻഫുൾ എൻഡിങ്. ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളാണോ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആക്കിയത്? ഇപ്പോൾ കുറച്ചൊരു ക്രൂരതയുള്ള ഒരാളാണ്. കാരണം ഈ പേഴ്സൺ വന്നിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ട് ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാനാണ്, നിങ്ങളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, നിങ്ങളെ വേദനിപ്പിക്കണം എന്ന് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുമോ, നിങ്ങളുടെ ഫാമിലിയും ഈ പേഴ്സൻ്റെ ഫാമിലിയുടെയൊക്കെ മുമ്പിൽ വെച്ച് ഈ പേഴ്സണെ ഇൻസൾട്ട് ചെയ്ത് വല്ലതും ചെയ്തിട്ടുണ്ടാവും, ഈ പേഴ്സൻ്റെ ഫാമിലിയുടെ മുമ്പിൽ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ പകയുള്ള ഒരാളാണ്. നോക്ക്, 10 ഓഫ് സ്വേർഡ്സ് കാണിക്കുന്നുണ്ടോ? കത്തി കുത്തുന്നതാണ് പുറകിൽ നിന്ന്. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര പകയുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇതിങ്ങനെ ഞാൻ വിടില്ല, ഞാൻ സംസാരിച്ചിട്ട് ഞാൻ ഇതിനൊരു ക്ലോഷർ വേണം. ഓക്കെ എന്ന് വെച്ചാൽ, പക്ഷേ ഈ പേഴ്സൻ്റെ സൈഡിലായിരിക്കണം വിജയം. നിങ്ങൾ ഇറങ്ങിപ്പോയത് ഈ പേഴ്സണെ ബാധിക്കുന്നില്ല. നിങ്ങളെങ്ങനെയാണ് ഇറങ്ങിപ്പോകുന്നത്? ഞാനല്ലേ ഇവിടെ തീർക്കേണ്ടത് സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ വന്നിട്ട് ഇതിനൊരു ഡിസിഷൻ എടുക്കും. അത് കൂടിച്ചേരാൻ വേണ്ടിയില്ല. ഇവിടെ ലവ് ഒന്നുമില്ല, മനസ്സിലാവുണ്ടോ? കമ്മ്യൂണിക്കേഷനാണ് ആഗ്രഹിക്കുന്നത്. ഒരു മാരേജ് സിറ്റുവേഷൻ ഉണ്ട്, ഒരു കല്യാണം, മാരേജ്. ഇവിടെ 10 ഓഫ് സ്വേർഡ്സ് ഉണ്ട്, വളരെ പെയിൻഫുൾ. അപ്പോൾ നിങ്ങൾ മാരീഡ് ആയിരുന്നു, ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്ടമില്ലാതെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് വിവാഹം കഴിച്ച ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരാളായിരിക്കാം. എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണെ കണ്ടുകൂടാ. അപ്പോൾ ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് തീർന്നു, ഈ പേഴ്സൺ അറിയാം ഈ വിവാഹം കഴിഞ്ഞു, കംപ്ലീറ്റ് ആയിട്ട് ഇത് വേണ്ടാന്നായി. ചിലപ്പോൾ നിങ്ങൾ ലീഗലി സെപ്പറേറ്റഡ് അല്ലെങ്കിലും നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഫോൺ എടുക്കാത്തതല്ല. കിങ് ഓഫ് വോൺസും പ്ലെയർ എനർജി തന്നെയാണ്, പക്ഷേ ഭയങ്കര റൂട്ട്ലെസ് ആണ്. റൂട്ട്ലെസ് എന്നാൽ കുറച്ച് ക്രൂരത എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുണ്ടോ? എന്താ പറയുക, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുക, മനസ്സിലായോ? ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോവുക, എന്നിട്ട് ഞാൻ റീഡേഴ്സ് ഡൈജസ്റ്റിൽ ഒരു ജോക്ക് വായിച്ചതാണ്. അതിനകത്ത് ജോക്ക് എന്ന് പറഞ്ഞിട്ടേക്കാണ്, പക്ഷേ ശരിക്കും ജോക്ക് അല്ല അത്. അതിൽ ഇവർ ഒരു ഭാര്യയും ഭർത്താവും ഹോട്ടലിൽ വന്നിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും ഭാര്യ ഓർഡർ ചെയ്യുമ്പോഴേക്കും അയാൾ പറയും, നീ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഫുഡല്ല ഇത്, നിനക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ വെയിറ്ററസിൻ്റെ മുമ്പിലിരുന്ന് ഇവരെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യും. എന്നിട്ട് അപ്പോൾ വൈഫൊന്നും മിണ്ടുന്നില്ല. ഈ വെയിറ്ററസിൻ്റെ മുമ്പിലിരുന്നാണ് ഈ വൈഫിനെ ഇൻസൾട്ട് ചെയ്യുന്നത്. അവരൊന്നും മിണ്ടുന്നില്ല, അവർക്കൊന്നും മിണ്ടാനും പറ്റില്ല, കാരണം ഒരു സീനാവും. അതുകൊണ്ട് അവർ കൺട്രോൾ ചെയ്ത് നിൽക്കുക. അപ്പോൾ വെയിറ്ററസ് പറയാം, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കൈയെല്ലാം കഴുകി വരുമ്പോൾ ഈ വെയിറ്ററസ് ഒരു പേപ്പറിൽ എഴുതിയിട്ട് വരും, എനിക്ക് മനസ്സിലാവുന്നു, സോറി, എൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ നാണം കഴിയേണ്ടി വന്നതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു മറ്റേ അതൊരു പേപ്പറിൽ എഴുതിയിട്ട് അതിൻ്റെ അവരുടെ എന്താ പറയുക, നമ്മൾ പൈസ കൊടുക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ താഴെ അവർ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു കടലാസിൽ എഴുതി വെക്കും അവർ. അപ്പോൾ അങ്ങനെ ആ സ്ത്രീ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇൻസൾട്ട് ചെയ്യും, മനസ്സിലായി? മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കുക. ഡ്രസ്സ് എടുക്കുമ്പോൾ നിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിലും കൊള്ളൂല, ഭർത്താവിനോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും.
മക്കളോടാണെങ്കിലും വളരെ ക്രൂവലായിട്ട് സംസാരിക്കുന്ന, നമ്മൾ അടിക്കുകയോ ഒന്നും വേണ്ട, വാക്കുകളോട് ഭയങ്കരമായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന കുറച്ച് പേരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണിത്. മനസ്സിലായോ? ഒരു വിലയില്ലാത്ത, സ്വയം ഒരു വിലയില്ലാത്തവരാണ് മറ്റുള്ളവർക്ക് വില കൊടുക്കാത്തത്. നമുക്കൊരു വിലയുണ്ടെങ്കിൽ നമുക്കറിയാം മറ്റയാളെ ഹേർട്ട് ചെയ്യാൻ പാടില്ല, ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. നമുക്ക് തന്നെ ഒരു വിലയില്ലാത്തപ്പോൾ നമ്മൾ മറ്റുള്ളവരെയും വില കൊടുക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണിത്. ഈ പേഴ്സൺ ഭയങ്കര കൺഫ്യൂഷനിലാണ്. ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് ഈ പേഴ്സൺ. അപ്പോൾ നിങ്ങളെ വേണ്ടിയിട്ടല്ല ഈ പേഴ്സൺ വരുന്നത്. നിങ്ങളെ വിവാഹം കഴിക്കാനോ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാനോ അല്ല വരുന്നത്. നിങ്ങളെ നാണം കെടുത്താനും ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യാനും. നിങ്ങൾ ഒന്നുമല്ല, മനസ്സിലായി? നീ എന്നെ ഉപേക്ഷിച്ചു, പക്ഷെ അതിന് മുമ്പേ ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ വരുന്നത്. മനസ്സിലായി? ഭയങ്കര ഈഗോ ഉള്ള ഒരാളാണ്, ഭയങ്കര ക്രൂവലായ ഒരാളാണ്, ഭയങ്കര ക്രൂവലാണ് ഈ പേഴ്സൺ കേട്ടോ. അപ്പോൾ ഇതാണ് പേഴ്സൻ്റെ ഉദ്ദേശം. Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Cancer, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Taurus, Leo, Aquarius, Scorpio, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Taurus, Libra. നിങ്ങളൊരു ചക്രവർത്തിനി ആയിരുന്നു, നിങ്ങൾക്ക് ഭയങ്കര റെസ്പെക്റ്റ്ഫുള്ളാണ് നിങ്ങൾ. പക്ഷേ ഈ പേഴ്സൺ നിങ്ങൾ അർഹിക്കുന്ന റെസ്പെക്റ്റ് ഒരിക്കലും തന്നിട്ടില്ല. എപ്പോഴും നിങ്ങളെ നാണം കെടുത്താനേ ശ്രമിച്ചിട്ടുള്ളൂ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, വെർഗോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. ഇതൊരു ഓറക്കിൾ മെസ്സേജിൽ ഒരു ഓൾഡ് വുമൺ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇതാരാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഓക്കെ. അപ്പോൾ അതാണ് യെല്ലോ സെലക്ട് ചെയ്തവരെ റീഡിങ്. ഇനി ഞാൻ പോകാൻ പോകുന്നത് റെഡ് സെലക്ട് ചെയ്തവരെ റീഡിങ്ങിലേക്കാണ് കേട്ടോ. ഓറക്കിൾ മെസ്സേജാണ്. റെഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജാണ്. അപ്പോൾ ഇവിടെ വീണേക്കുന്നത് ദി ലോ ഓഫ് കർമ്മഫലം എന്നാണ് പറയുന്നത്. നിങ്ങൾ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് നിങ്ങളുടെ പാസ്റ്റ് ആക്ഷൻ, നിങ്ങൾ എന്ത് ആക്ഷൻസ് ആണോ എടുത്തിട്ടുള്ളത്, എന്ത് കർമ്മങ്ങളാണോ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഒരു എന്താ പറയുക, പ്രതിഫലമാണെന്നാണ് പറയുന്നത്. ഇത് ജിപ്സി ഓറക്കിൾസ് ആണ്. ഇതിനകത്ത് എന്താണ് നിങ്ങൾക്കുള്ള ചൈൽഡ്. അപ്പോൾ ആരെങ്കിലും പ്രഗ്നൻ്റ് ആണോ, പ്രഗ്നൻ്റ് ആകാൻ പോകുന്നുണ്ടോ, ആഗ്രഹിക്കുന്നുണ്ടോ, എന്തോ ഒരു സിറ്റുവേഷൻ. ഓക്കെ. പതിവ് കാർഡ് അവിടെ വെച്ചിട്ടാണ് ഞാനിത് ഷഫ്ലിങ്. സോറി. ഓക്കെ. അപ്പോൾ നമ്മൾ റെഡ് സെലക്ട് ചെയ്തവരും അവരുടെ ലൈഫിലുള്ള ഇപ്പോഴത്തെ ആളുമായിട്ടുള്ള ഓവറോൾ എനർജി എന്താണ്, നിങ്ങൾ തമ്മിലുള്ള എനർജി. നിങ്ങൾ തമ്മിലുള്ള എനർജി എന്താണ്? ടവറാണ്. ടവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു അത്യാഹിതം നടന്നു നിങ്ങളുടെ ഇടയിൽ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വളരെ സന്തോഷത്തോടെ
ആഗ്രഹത്തോടെ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങി, അത് കെട്ടിപ്പൊക്കി ഒരു ഇതായിക്കഴിഞ്ഞപ്പോൾ അതിലൊരു ഇടിമിന്നൽ വീണിട്ട് അതിങ്ങനെ തകർന്ന് വീഴണം. അപ്പോൾ അത് തകർന്ന് വീഴുമ്പോൾ എല്ലാവരും അതിൽ നിന്ന് ചാടിക്കളയുന്നു. അപ്പോൾ എന്തോ ഒരു വലിയൊരു അത്യാഹിതം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ടു ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്, മദർ ഓഫ് പെൻറ്റിക്കിൾസും. ഇതൊരു വളരെ ഭയങ്കരമായിട്ടുള്ള ബോണ്ട് ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഭയങ്കരമായിട്ട് രണ്ടുപേരും വളരെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അതിനകത്തൊരു മദർ ഓഫ് പെൻറ്റിക്കിൾസ് കാണിക്കുന്നുണ്ട്. മദർ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ ആരുടെയെങ്കിലും അമ്മയാവാം, അതല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ആദ്യത്തെ വൈഫാവാം, ആരുമാവാം ഇത്. ഓക്കെ, കുഞ്ഞുണ്ട് അവർക്ക്. അപ്പോൾ നോക്കാം, നമുക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണ് ടവർ. അപ്പോൾ റിലേഷൻഷിപ്പിൽ ചാരിറ്റി പിന്നെയും വന്നു. കഴിഞ്ഞ റീഡിങ്ങിലും കണ്ടു ചാരിറ്റി, പക്ഷെ ഞാനത് അങ്ങനെ എടുത്തല്ല, വെറുതെ എടുത്തു. അപ്പോഴും ഞാൻ ചാരിറ്റി വന്നിട്ടുണ്ട്, ടവർ പിന്നെയും വന്നു. അപ്പോൾ ഇത് ക്യാൻസർ സോഡിയാക് സൈനും സ്കോർപ്പിയോ ആണ്. ടവർ പിന്നെയും വന്നു. ഈ ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അമ്മയെ പോലത്തെ ഒരു എനർജിയാണത്. നമ്മളെ സ്നേഹിച്ച് കൊല്ലുന്ന ചില സമയത്ത് അങ്ങനത്തെ ഒരു എനർജിയാണത്. അപ്പോൾ എന്താണ് ഈ ടവർ? ഇവിടെ പിന്നെയും ടവർ കണ്ടോ? ഓ, ഡെവൽ എനർജി. അപ്പോൾ ഇത് ഇൻറ്റർഫിയർ ചെയ്തു, ഒരു കൺട്രോളിങ് എനർജിയാണ്. ഇവിടെ ഒരു ഫീമെയിൽ എനർജി ഉണ്ട്, ഭയങ്കര കൺട്രോളിങ് എനർജിയാണ്. ചിലപ്പോൾ ആരുടെയെങ്കിലും അമ്മയായിരിക്കാം, പക്ഷേ ഒരു ഡെവൽ എനർജിയാണ്. എന്ന് വെച്ചാൽ ഉള്ളിലൊന്ന് വെച്ച് പുറമേ പറ്റുന്ന കാണിക്കുന്ന വളരെ ഇതായിട്ട് തന്മയത്തോടെ അഭിനയിക്കാൻ അറിയുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ലൈഫിലുള്ള ആ പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിൽ ടവർ മൂമെൻ്റ് ഉണ്ടാക്കിയത്, അത്യാഹിതം ഉണ്ടാക്കി, നിങ്ങൾ തമ്മിൽ അകലാനുള്ള കാരണം. അപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള ആളാണ്, പക്ഷേ മനസ്സുകൊണ്ട് അകൽച്ചയായിരിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം. പക്ഷേ ഇപ്പോഴും രണ്ടുപേരും സെപ്പറേറ്റഡ് മീൻസ് ലീഗലി സെപ്പറേറ്റഡ് അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ലൈഫിലുള്ള ആളുടെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ? നിങ്ങളുടെ ലൈഫിലുള്ള ആളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇതൊരു തേർഡ് പാർട്ടി എനർജി ആയിട്ടാണ് നമ്മൾ എടുക്കുക. ക്വീൻ ഓഫ് വാൻസ്. ക്വീൻ ഓഫ് വാൻസ് ചില സമയത്ത് ഭയങ്കര അത്യാഗ്രഹിയായിരിക്കും. എന്നുവെച്ചാൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം മറ്റുള്ളവരുടെ അടുത്ത് ഉണ്ടെങ്കിൽ അത് പിടിച്ചു പറിക്കാൻ ഒരു മടിയുമില്ലാത്ത, ഒരു ഗിൽറ്റി കോൺഷ്യസും ഇല്ലാത്ത ഒരു ആളാണ്. പക്ഷേ ഇവരുടെ മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം ഇതാണ്. വേറൊരാളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിനെ നമ്മൾ എടുക്കുമ്പോൾ ആ പേഴ്സൺ അവരെ ഉപേക്ഷിച്ച് വരുമ്പോൾ ആ പേഴ്സൺ പിന്നീട് നമ്മളെ ഉപേക്ഷിക്കാൻ വേറെ മൂന്നാമതൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളും ഇതുപോലെ തന്നെ നമ്മളെ ഉപേക്ഷിച്ചിട്ട് ആ പേഴ്സൺ അവരുടെ പുറകെ പോയിക്കൂടാന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം മറ്റുള്ളവരുടെ കയ്യിലുള്ള സാധനം തട്ടിപ്പറിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഒരു പ്ലാനിങ് ഇല്ലാതെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. എന്താണ് നടക്കാൻ പോകുന്നത് ഈ പേഴ്സൺ അറിയില്ല. ഓക്കെ, എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്താണ്, പക്ഷേ ആ വെയിറ്റിംഗ് ഇതുവരെ നടക്കുന്നില്ല അത്. അപ്പോൾ ഇതൊരു തേർഡ് പാർട്ടിയാണ്, ക്വീൻ ഓഫ് വാൻസ്. ഈ തേർഡ് പാർട്ടിയെയാണ് അച്ചീവ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചത്. പക്ഷേ ഇതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളോട് ഭയങ്കരമായിട്ട് നുണ പറഞ്ഞിട്ടുണ്ടാവാം കേട്ടോ. ഫ്രണ്ടാണ്, വെറും ഫ്രണ്ടാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാവും. ഇതാരാണ്? ഈ ഹെർമിറ്റ് എന്തുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്? ഹെർമിറ്റ് ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കും. ഓക്കെ, നൈറ്റ് ഓഫ് വാൻസ്. ഇത് നൈറ്റ് ഓഫ് വാൻസ് എന്നൊരു പ്ലെയർ എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ ഒന്നില്ലെങ്കിൽ പ്ലെയർ ആയിരിക്കണം. അതുകൊണ്ടാണല്ലോ തേർഡ് പാർട്ടി ഉള്ളത്. ആ തേർഡ് പാർട്ടി വേറൊരു പ്ലെയറാണ്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ലൈഫിൽ ഓൾറെഡി ഒരാളുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ പറയുക, ഈ വിഷമുള്ള സാധനങ്ങൾക്ക് ഭംഗി കൂടും. കാരണം നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് പേടിയാവും, എന്നാലും നമ്മൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ്. വിഷത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകണമെങ്കിൽ വിഷത്തിന് അത്യധികമായ സൗന്ദര്യം വേണം അല്ലേ? അപ്പോൾ അതുപോലത്തെ ഒരു എനർജിയാണിത്.
അപ്പോൾ ഇതിനോട് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആണ്. ഇതിനകത്ത് ഈ സിറ്റുവേഷനിൽ അങ്ങ് പെട്ട് കിടക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള ഈ എനർജി ആയിരിക്കാം നിങ്ങളുടെ അമ്മയാവണം എന്നില്ല. ഇതാണ് എനർജി. ഇതൊരു മാരീഡ് ആയിട്ടുള്ള ഒരു എനർജിയാണിത്. ചിലപ്പോൾ ഒരു ബിസിനസ് വുമൺ ആയിരിക്കാം, വളരെ കളർഫുള്ളായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന, പുറമേ ഭയങ്കര കോൺഫിഡൻസ് കാണിക്കുന്ന, എന്നാൽ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഒരു എനർജിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇതിനോട് ഭയങ്കര അട്രാക്റ്റഡ് ആണ് കേട്ടോ. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ ഇതാണ്. അപ്പോൾ ടവർ മൊമെൻ്റ് ഉണ്ടാക്കിയത് ഇവരാണ്, ആണായാലും പെണ്ണായാലും. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഇവിടെ പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഈ പേഴ്സണൊരു ഡൗട്ടുണ്ട്. നിങ്ങൾ ഈ തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ കേൾക്കാനിടയായത് എങ്ങനെയാണെന്ന്, ആരാണ് നിങ്ങളോട് പറഞ്ഞതെന്ന് ഈ പേഴ്സൺ അറിയില്ല. അപ്പോൾ ഈ പേഴ്സൺ പലരോടും അന്വേഷിക്കുന്നുണ്ട് നിങ്ങളോട് തേർഡ് പാർട്ടിയെക്കുറിച്ച് ആരാണ് പറഞ്ഞതെന്ന്. കാരണം വളരെ സീക്രട്ടായിട്ട് വെച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഈ പേഴ്സൺ ഭയങ്കര സീക്രട്ടീവാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ വളരെ സീക്രട്ടീവായിട്ട് വെച്ച കാര്യങ്ങളാണ് ഇവിടെ പബ്ലിക് ഇതായിട്ട് വന്നേക്കുന്നത്. ഇതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു എന്നത് ഈ പേഴ്സണ് ഒരു പിടുത്തവുമില്ല. നിങ്ങൾ അറിഞ്ഞ എങ്ങനെയാണെന്ന്, ആരാണ് നിങ്ങളോട് പറഞ്ഞതെന്നറിയില്ല. ചിലപ്പോൾ ഈ പേഴ്സൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോ കൂടെ ഫ്രണ്ട്സോ തന്നെയോ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വൈഫ്സോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സോ അങ്ങനെ, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്സോ ആരെങ്കിലും ആയിരിക്കും പറഞ്ഞത്. പക്ഷെ ആണുങ്ങൾ പൊതുവേ ഇങ്ങനെ പറയാറില്ല. ഗോസിപ്പ് ഫ്രണ്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ പരിചയമുള്ള ആളെക്കുറിച്ച് പറയാറില്ല. കാരണം പിന്നെ അത് അടിയാവും. പെണ്ണുങ്ങൾ പറയും. കാരണം പെണ്ണുങ്ങൾ കൂടുതൽ അവരൊരു ഒരു സെൻറ്റിമെൻ്റൽ ഇതാണ് അത്. ഒരു സ്ത്രീയെ മീൻസ് എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആ ആള് വേറൊരു ആളായിട്ട് ഉഴപ്പുകയാണെങ്കിൽ ഞാൻ ആ സ്ത്രീയോട് ചെന്ന് പറയണം എന്നൊരു ചിന്ത പെണ്ണുങ്ങളുടെ ഉള്ളിലുണ്ടാവും. കാരണം നാളെ എനിക്കും ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നല്ലോ എന്ന് ചിന്തിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ആരാണ് പറഞ്ഞതെന്ന് അറിയില്ല നിങ്ങളോട്. അപ്പോൾ എന്തായാലും ഒന്ന് സൂക്ഷിച്ച് ഇത് നിങ്ങളോട് ഇടപെടണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഇതെങ്ങനെയാണ് നിങ്ങളോട് അവതരിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. മനസ്സിലായി? ഇങ്ങനൊരു ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിവാഹം കഴിക്കാനോ അവരുമായിട്ട് ജീവിതം കണ്ടിന്യൂ ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല. ഇത് വെറുതെ ഒരു ടൈം പാസ്സാണ്, അത്രയും ഇവർ കാണുന്നുള്ളൂ നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ നിങ്ങളുടെ ലൈഫിലുള്ള ആൾ, ഞാൻ നിങ്ങളുടെ പേഴ്സൺ അല്ല, നിങ്ങളുടെ ലൈഫിലുള്ള ആൾ. അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു എനർജിയാണ്. വളരെ വളരെ സ്ലോ, വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഈ പേഴ്സൺ വരുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം അറിയാം, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? മനസ്സിലായി? ഇവിടെ ടവർ വന്നു, ആരോ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. അപ്പം നിങ്ങൾ തമ്മിലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, സെപ്പറേറ്റ് അകന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം നിങ്ങൾക്ക് കാര്യം അറിയാം, എത്രത്തോളം സീരിയസ് ആണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഓർത്തിട്ട് എന്നൊന്നും നിങ്ങൾ ഈ പേഴ്സൺ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഇപ്പം ഒട്ടും നേരത്തെ ഭയങ്കര ഒരു ഈഗോയിസ്റ്റിക് ആയ ഒരാളാണ്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും, പക്ഷേ എൻ്റെ ലൈഫിലുള്ള ആൾ ഇതൊന്നും അറിയില്ല. മനസ്സിലായോ? ഒരിക്കലും ഭയങ്കര കണ്ണിങ്ങാണ് ഞാൻ, ഭയങ്കര കള്ളത്തരമുള്ള ആളാണ് ഞാൻ, എനിക്കറിയാം എങ്ങനെ അഭിനയിക്കണമെന്ന്, എനിക്കറിയാം ഇതൊക്കെ എങ്ങനെ മറക്കണമെന്ന് വളരെ ഇതായിട്ട് എന്താ പറയുക ജാട പറഞ്ഞിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ അത് തട്ടിമറിഞ്ഞ് ആ ഒരു ഈഗോ ഉണ്ടായിരുന്നല്ലോ, നിങ്ങളൊരിക്കലും അറിയില്ല എന്ന്. പക്ഷേ അത് ഈ ടവർ മൊമെൻ്റ് വന്നതോടുകൂടി പൊട്ടിത്തെറി നടന്നതോടുകൂടി പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളോട് അടുക്കുമ്പോൾ സൂക്ഷിക്കണം. നിങ്ങൾ കാണുന്ന പോലെ ഒരാളല്ല. ചിലപ്പോൾ നിങ്ങൾ കണ്ടാലും ഉള്ളിൽ വെക്കുന്ന ആളായിരിക്കും, ബഹളമൊന്നും ഉണ്ടാക്കില്ലായിരിക്കും, അങ്ങനത്തെ ഒരു എനർജി ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ഒട്ടും എന്താ പറയുക, ഇപ്പോൾ ഒട്ടും അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല ലൈഫിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ ഈ പേഴ്സണ് ഒരു ടെൻഷനുണ്ട്. മനസ്സിലാവുണ്ടോ? പണ്ടത്തെ പോലെ ഒരു എന്താ പറയുക, ചിലരുണ്ടല്ലേ കള്ളത്തരം കാണിച്ചിട്ട് നിങ്ങൾ അറിയില്ല എന്ന് പറയുമ്പോൾ ഉള്ളിൽ ചിരിക്കുന്ന ആൾക്കാർ, ആ ചിരിയില്ല ഇപ്പോൾ. കാരണം ഇപ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞു എന്ന് മനസ്സിലായി. എത്രത്തോളം അറിഞ്ഞു, ഈ സിറ്റുവേഷൻ്റെ സീരിയസ്നെസ് എന്താണ് എന്നും മനസ്സിലാക്കിയിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ ഇതിന് മുമ്പും പല സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ നിങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടാവാം. പക്ഷേ ഇത് കുറച്ച് കടന്ന കൈയായി പോയി എന്ന ഒരു ബോധം ഈ പേഴ്സൺ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഇവർ തന്നെ നേരിട്ട് വന്ന് നിങ്ങളോട് പറഞ്ഞതായിരിക്കാം. കാരണം നിങ്ങൾ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ഇവർക്ക് കിട്ടുമല്ലോ നിങ്ങളുടെ ലൈഫിലുള്ള ആളെ, അതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. പക്ഷേ അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവില്ല. മനസ്സിലാവും? ഇനി നിങ്ങളുടെ ലൈഫിലുള്ള ആളുടെ ഉദ്ദേശം എന്താണ്? എന്താണ് ഉദ്ദേശം?
നിങ്ങളുടെ ലൈഫിലുള്ള ആളുടെ ഉദ്ദേശം എന്താണ്? തേർഡ് പാർട്ടിയോടുള്ള ഉദ്ദേശം, നിങ്ങളോടുള്ള ഉദ്ദേശം, ഇനി എന്താണ് ഉദ്ദേശം? ഓക്കെ, നോക്കാം. ഈ പേഴ്സൺ പറ്റുമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ നിങ്ങളോട് ആൾക്കാർ പറഞ്ഞാലും അങ്ങനെ അത്ര ഓപ്പണായിട്ടും എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം. അതാണ് ഈ പേഴ്സൻ്റെ ഒരു ചിന്ത. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല, അതറിയണം ഈ പേഴ്സണ്. അപ്പോൾ പക്ഷേ എന്നാലും രണ്ട് റിലേഷൻഷിപ്പും ഒരേപോലെ വെച്ചോണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല, നിങ്ങളെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ രണ്ട് റിലേഷൻഷിപ്പും ഒരുപോലെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എന്താ പറയുക, വിവാഹം നിങ്ങളുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സീരിയസ് റിലേഷൻഷിപ്പ്, പക്ഷേ തേർഡ് പാർട്ടി ഉപേക്ഷിക്കാനും പറ്റില്ല. അത് പോണത്രയും പോട്ടെ എന്നൊരു ചിന്തയുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, തേർഡ് പാർട്ടിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. തേർഡ് പാർട്ടിക്ക് ഒരു ഓഫർ കൊടുക്കണം, ചിലപ്പോൾ ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കും, ചിലപ്പോൾ അവർക്ക് കുട്ടികളൊക്കെ ഉണ്ടാവും, അത്ര വലിയ പൈസ ഇല്ലാത്ത ആളായിരിക്കാം. അപ്പോൾ ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കാൻ ചിലപ്പോൾ ഈ കുട്ടി ചൈൽഡ് കാണിച്ചില്ലേ, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇതിലൊരു കുഞ്ഞുണ്ടാവാം. മനസ്സിലാവുണ്ടോ? ആണാണെങ്കിൽ എന്നുവെച്ചാൽ നിങ്ങൾ സ്ത്രീയും ആ പേഴ്സൺ പുരുഷനുമാണെങ്കിൽ ആ പേഴ്സൺ ഒരു കുഞ്ഞുണ്ടാവാം അതിനകത്ത്. അതുകൊണ്ടാണ് ഈ ചൈൽഡ് കണ്ടത് നമ്മൾ. അതുപോലെ തന്നെ കർമ്മഫലം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പേഴ്സൻ്റെ കർമ്മത്തിൻ്റെ ഫലമായിരിക്കാം ഈ കുഞ്ഞ്. മനസ്സിലാവണ്ട? അപ്പോൾ ചിലപ്പോൾ തമാശയ്ക്ക് തുടങ്ങിയ റിലേഷൻഷിപ്പ് ആയിരിക്കും, അത് കയറി മീൻസ് ഒരു ചിലപ്പോൾ ചിലർക്ക് വിവരമില്ലല്ലോ, ചിലർ ഈ പേഴ്സൺ തേർഡ് പേഴ്സൺ ട്രാപ്പ് ചെയ്യാനും നോക്കിയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളെ പറ്റിക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ കർമ്മഫലമാണ് ഈ പേഴ്സണ് കിട്ടുന്നത് കേട്ടോ. നിങ്ങളറിയാതെ നിങ്ങളെ പുറകിൽ നിന്ന് കുത്താൻ നോക്കിയതാണ്, പക്ഷേ അത് ഒരു പണിഷ്മെൻ്റ് ആയിട്ട് ആ പേഴ്സൻ്റെ തലയിൽ വന്ന് വീണേക്കാണ്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ഒന്നും അറിയില്ല എന്താ ചെയ്യേണ്ടത്. അപ്പോൾ പൈസ കൊടുത്ത് ഒതുക്കാൻ പറ്റുവാണെങ്കിൽ അത് നോക്കും, അത് പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. ഇതിനകത്ത് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഈ കുട്ടിയുള്ളത് കൊണ്ട് ആ പേഴ്സൺ എന്തെങ്കിലും ചെയ്യേണ്ടി വരും, പണം കൊടുക്കുകയോ അല്ലെങ്കിൽ മന്ത്ലി എമൗണ്ട് കൊടുക്കുകയോ എന്തെങ്കിലും. കാരണം ഇവർ ഒത്തിരി ഒരു കണ്ണിങ് ഒരു എനർജിയാണ്, ബ്ലാക്ക് മെയിൽ ചെയ്യാനും നാണം കെടുത്താനും ഒന്നും മടിയില്ലാത്ത, വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കാൻ വരെ മടിയില്ലാത്തൊരു എനർജിയാണിത്. വളരെ സൂക്ഷിക്കേണ്ട എനർജിയാണ്. അപ്പോൾ അങ്ങനെയായിരിക്കും ഈ പേഴ്സൺ ഇവർ വന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു ടവർ മൂവ്മെൻറ്റ് ഉണ്ടായത് മിക്കവാറും. അപ്പോൾ എന്തായാലും ഈ പേഴ്സൺ രണ്ടും സിറ്റുവേഷനും, ഇത് നിങ്ങൾക്ക് അറിയില്ല, കുഞ്ഞിൻ്റെ കാര്യം അറിയില്ലെങ്കിൽ അത് നിങ്ങൾ അറിയാതിരിക്കട്ടെ. അപ്പോൾ അതെങ്ങനെയെങ്കിലും പറഞ്ഞ് സോൾവ് ആക്കണം എന്നാണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം. ഈ സിറ്റുവേഷൻ ഒന്ന് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, മനസ്സിലായോ? എന്ന് വെച്ചാൽ തേച്ച് മാറ്റി കളയണം, ഇതാണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം. ടോറസ് വെർഗോ കാപ്രിക്കോൺ, ടോറസ് വെർഗോ കാപ്രിക്കോൺ, അക്വേറിയസ് ലിബ്ര ജെമിനി, ക്യാൻസർ പൈസസ് സ്കോർപിയോ, ക്യാൻസർ പൈസസ് സ്കോർപിയോ, ടോറസ് വെർഗോ കാപ്രിക്കോൺ, Aries Leo Sagittarius, Aries Leo Sagittarius, Aries Leo Sagittarius, Taurus Virgo Capricorn, Capricorn, Scorpio, Cancer, Scorpio, Virgo. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. ഇനി ഞാൻ ഫൈനൽ റീഡിങ്ങിലേക്ക് പോവാണ്. ഗ്രീൻ സെലക്ട് ചെയ്തവരുടെ ലൈഫിലുള്ള ആ പേഴ്സൻ്റെ ഫീലിങ്സും, നിങ്ങളോടുള്ള ഫീലിങ്സും ഉദ്ദേശവും എന്താണ് കേട്ടോ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ലൈഫിലുള്ള ആളെന്ന് പറയുമ്പോൾ നിങ്ങൾ സ്നേഹിക്കണമെന്നില്ല ആളെ, മനസ്സിലായി? അറേഞ്ച് മാരേജ് വല്ലതും ആണെങ്കിലും നിങ്ങൾ അതല്ല, ഫ്രണ്ട്സ് ആയിരുന്നു, പിന്നെ ഒരു ബ്രേക്കപ്പ് വന്നപ്പോൾ നമ്മളിപ്പം ഒരാളുമായിട്ട് സീരിയസ് റിലേഷൻഷിപ്പിലായിട്ട് അത് ബ്രേക്ക് ആയിക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ ആരാണോ നമ്മളോട് സഹതാപം കാണിക്കുന്ന അവരോട് ചില സമയത്ത് നമുക്ക് റിലേഷൻഷിപ്പ് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലായിരിക്കും. അപ്പോൾ ഇവിടെ സ്നേഹമില്ല, ലൈഫിലുണ്ട് ഒരാൾ, അത്രയേ ഉള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള ആളുടെ നിങ്ങളോടുള്ള ഫീലിങ്സും ഉദ്ദേശവുമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഓറക്കിൾ മെസ്സേജാണ് നോക്കുന്നത്. ഒരു കാർഡാണ് വന്നത്. ഇപ്രാവശ്യം കുറേ കാർഡ്സാണ് വന്നത് എല്ലാവർക്കും. ഫസ്റ്റ് റീഡിങ്ങിൽ കുറച്ചധികം കാർഡ്സ് വന്നു തോന്നുന്നല്ലേ, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഭോലേനാഥ്, ബീങ് പൊളൈറ്റ്,
അപ്പോൾ നിങ്ങൾ കുറച്ചൊരു മുൻപിൻ ചിന്തിക്കാതെ സംസാരിക്കുന്ന ഒരാളായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശത്രുക്കൾ കൂടുതലായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് പ്ലാനിങ്ങോടുകൂടി സംസാരിക്കണം എന്നാണ്. ക്ഷമയോടെ, ഒത്തിരി ഒരു മര്യാദയോടെ, അല്ലെങ്കിൽ ഒരു പൊളൈറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ചില സമയത്ത് എനിക്ക് മലയാളം വേർഡ്സ് കിട്ടില്ല. പൊളൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സൗമ്യമായിട്ട് സംസാരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ജിപ്സി ഓറക്കിൾ മെസ്സേജ് എന്താണ് പറയുന്നത് നോക്കാം. ഒരു കാർഡ് മാറുന്നു വരുന്നുണ്ട്. ഓക്കെ, ഇത് സായ് എന്ന് പറഞ്ഞാൽ നെടുവീർപ്പിടുക, അതിനാണ് സായ് എന്ന് പറഞ്ഞാൽ SIGH. അപ്പോൾ ഇത് ആരോ എന്തൊക്കെയോ ആലോചിച്ചിട്ട് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ആരെയും കാത്തിരിക്കുന്നതോ, അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് നെടുവീർപ്പിടുന്ന ഒരു സിറ്റുവേഷൻ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ലൈഫിലുള്ള ആളും തമ്മിലുള്ള എനർജി എന്താണ്? നിങ്ങളും നിങ്ങളുടെ ലൈഫിലുള്ള ആളും തമ്മിലുള്ള എനർജി എന്താണ്? നിങ്ങളും നിങ്ങളുടെ ലൈഫിലുള്ള ആളുമായിട്ടുള്ള എനർജി എന്താണ്? കുറച്ചധികം കാർഡ്സ് എടുക്കുകയാണ്. 9 of Cups വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഒന്നില്ലെങ്കിൽ ഒരു മടിയനായ ഒരാളാണ്, പണിയൊന്നും എടുക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ എല്ലാം ഇങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്യുന്ന ഒരാൾ. അതല്ലെങ്കിൽ ഒന്ന് സാറ്റിസ്ഫാക്ഷൻ, മനസ്സിലാവും, കണ്ടൻറ്റ് എന്നൊക്കെ പറയില്ലേ, സംതൃപ്തി, ആ ഒരു ഇതാണ് കാണിക്കുന്നത്. ഈ കാർഡ് 3 റീഡിങ്ങിലും വന്നു. പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്ഷമ, ഒരു ഗോസിപ്പ്, ഒരു റൂമർ, അതല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് വളരെ ക്ഷമയോടെ കേൾക്കുന്ന ഒരു എനർജി, അതുമാവാം ഇത്. ഓക്കെ, പിന്നെ ഉള്ളത് 6 of Cups ആണ്. 6 of Cups എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര നല്ല പരിചയമുള്ളൊരു എനർജിയാണ് നിങ്ങൾ തമ്മിൽ. അപ്പോൾ ചെറുപ്പം തൊട്ടേ പരിചയമുള്ള 2 പേരായിരിക്കണം, പക്ഷേ നിങ്ങൾ മാരീഡ് അല്ല. അതാണ് ഹെയറോഫാൻറ്റ് റിവേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും വിവാഹം, പക്ഷെ അത് നടന്നില്ല. നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടന്നില്ല, പക്ഷെ നിങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ട് ഉണ്ടായിരുന്നു. 2 പേരും ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങിലൊരു എനർജിയാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പേഴ്സണോട് എന്തും പറയാമെന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നിങ്ങൾ മാരീഡ് അല്ല, 2 പേരും തമ്മിൽ മാരീഡ് അല്ല എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ചിലപ്പോൾ വേറെ ആൾക്കാരെ മാരേജ് ചെയ്ത 2 പേരായിരിക്കാം. എന്തായാലും ഭയങ്കര കംഫർട്ടാണ് നിങ്ങൾ തമ്മിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ്. ഒരു കൺഫ്യൂഷനിലാണ് ഈ പേഴ്സൺ കേട്ടോ. ഓക്കെ, ഈ പേഴ്സൺ നിങ്ങളെ ഒരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിന് 2-3 കാരണങ്ങളുണ്ടാവും. ഒരു കാരണം, ഈ പേഴ്സൺ നിങ്ങളെ ചില സമയത്ത് മിസ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളായിരുന്നു എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ലൈഫ് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അതിനർത്ഥം ഈ പേഴ്സൺ ഇപ്പോഴത്തെ ലൈഫിൽ ഹാപ്പി അല്ല. അപ്പോൾ നിങ്ങളെക്കുറിച്ച് നൊസ്റ്റാൾജിക്കായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇവളായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവനായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു എൻ്റെ ലൈഫിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഇതൊരു എന്താ പറയുക, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ പേഴ്സൺ കേട്ടോ. പക്ഷേ അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വളരെ കൺട്രോൾ ചെയ്ത് ആ ഒരു ചിന്ത വളരെ കൺട്രോൾ ചെയ്ത് വെക്കുന്ന ഒരാളാണ്.
അതിന് വേണ്ടി ഒരു എന്നുവെച്ചാൽ ഈ പേഴ്സണ് സത്യം അറിയാം, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിനെക്കുറിച്ചിട്ട്. 2 ഫാമിലീസ് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവും. 2 ഫാമിലീസ് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ചെയ്യാൻ പറ്റാത്ത കാര്യം ഇനിയിപ്പോൾ ഓർത്ത് അത് റിഗ്രറ്റ് ചെയ്തിട്ട് നിരാശപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് ബോധമുണ്ട് ഈ പേഴ്സണ്. പക്ഷേ നിങ്ങളുമായിട്ടൊരു പാഷനറ്റ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു പുതിയൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, 2 പേരും 2 പേരുടെ ഫാമിലിയിലും ഹാപ്പി ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ. പക്ഷേ ഈ പേഴ്സൺ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ റീഡിങ് കാണുന്നത്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് കുറവായിരിക്കാം. പക്ഷേ ഈ പേഴ്സണ് നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് തുടങ്ങിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഗെറ്റ് ടുഗെദറിലൊക്കെ മീറ്റ് ചെയ്ത ആൾക്കാരായിരിക്കാം, മനസ്സിലായോ? അതാണ് കാരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ജസ്റ്റിസ്. ഈ പേഴ്സൺ നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചായിരുന്ന ആളാണോ, അതോ നിങ്ങളാണോ ആഗ്രഹിച്ചിരുന്നത് ഈ പേഴ്സൺ വിവാഹം കഴിക്കാൻ? കാരണം ഇവിടെ ഒരു ജസ്റ്റിസിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ അന്യായമായിട്ട് നിങ്ങളോട് പെരുമാറിയെന്നൊരു ഫീലിങ്സ് ഉണ്ട് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ. ഈ പേഴ്സൺ നിങ്ങൾ റിജക്റ്റ് ചെയ്തിട്ട് വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചതാണോ? വീടില്ല, ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റിസ് കാർഡും ഹാങ്ഡ് മാൻ റിവേഴ്സാണ് വന്നേക്കുന്നത്. സ്റ്റക്കല്ല ഈ പേഴ്സൺ, നിങ്ങളിൽ സ്റ്റക്കല്ല, പക്ഷേ നിങ്ങളോടൊരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ട്. നൈറ്റ് ഓഫ് വോൺസ് ഒരു പ്ലെയർ എനർജിയാണ്. ഇത് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്. ഈ പേഴ്സൺ നിങ്ങൾ കാരണം, അത് നിങ്ങളാണോ ഈ പേഴ്സണെ വേണ്ടാന്ന് വെച്ചത്? നിങ്ങൾ കാരണം ഈ പേഴ്സൻ്റെ ലൈഫിൽ അടിപിടിയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതോ നിങ്ങളിപ്പോൾ മാരീഡ് ആണല്ലോ, അപ്പോൾ ഈ പേഴ്സൺ ഒരു ടെൻഷനുണ്ട്. കാരണം ഈ പേഴ്സണ് ന്യായമായ കാര്യം നടക്കണം എന്നുണ്ട്. ഇതൊരു സിറ്റുവേഷനിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് 4 പേര് അറിയാൻ പാടില്ല, സീക്രട്ടായിട്ട് വെക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം 4 പേര് അറിഞ്ഞാൽ ബഹളം ഉണ്ടാവും. ഈ പേഴ്സൻ്റെ ഫാമിലിയിലും പ്രശ്നം ഉണ്ടാവും, നിങ്ങളുടെ ഫാമിലിയിലും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ വളരെ സീക്രട്ടീവായിട്ട് കാര്യങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ. വെച്ചാൽ നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യുക, ഫുഡ് കഴിക്കുക, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതിന് തീരുമാനമെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. കാരണം ഈ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഈ പേഴ്സൺ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇത് ന്യായമായിരിക്കുകയും വേണം, മനസ്സിലാവും. അതുകൊണ്ടാണ് ഫ്യൂച്ചറിൽ ഇതൊരു ബഹളമായിട്ട് മാറാൻ പാടില്ല. ഈ പേഴ്സണ് വെറുതെ ഒരു ടൈം പാസ്സാണിത്, അല്ലാതെ സീരിയസ് ആയിട്ട് നിങ്ങളെ ഇവരിപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിലെ ആളെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല കേട്ടോ. ആ പേഴ്സൺ അതിൽ മനസ്സ് സെറ്റാണ്. പക്ഷേ ഒരു ടൈം പാസ് കുഴപ്പമില്ല എന്ന് ആലോചിക്കുന്ന ആൾ. പക്ഷേ വളരെ ഒന്നും സാക്രിഫൈസ് ചെയ്യാൻ റെഡിയല്ല. ഈ പേഴ്സൻ്റെ ഫാമിലിയോ മക്കളെയോ വൈഫിനെയോ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ റെപ്യൂട്ടേഷൻ, ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം, ഇതൊന്നും സാക്രിഫൈസ് ചെയ്യാൻ, ത്യജിക്കാൻ ഈ പേഴ്സൺ റെഡിയല്ല. വെറും ഒരു ടൈം പാസ്സാണ് നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഇതൊരു വഴക്കിലേക്ക് പോകാനുള്ള, ഒരു കോമ്പറ്റീഷനിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഇതൊരു ഇഷ്യൂ ആയിട്ട് മാറാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. എന്താണ് ഉദ്ദേശം? എന്താണ് ശരിക്കുള്ള ഉദ്ദേശം? ഇതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. ശരിക്കുള്ള ഉദ്ദേശം നിങ്ങൾ വേറൊരു കാര്യമുണ്ട്, നിങ്ങളോട് ഈ പേഴ്സൺ തർക്കിക്കാമായിരിക്കാം, മനസ്സിലായോ? ചിലരങ്ങനെയല്ല, ചിലർ ഒരു ആർഗ്യുമെൻറ്റിലേക്ക് പോവില്ല, സ്ത്രീകളായാലും പുരുഷന്മാരായാലും. അപ്പോൾ എന്നുവെച്ചാൽ ഒരു ആണിനോട് ഒരു സ്ത്രീ ഒരു കാര്യം പറയുമ്പോൾ അവരുടെ മെൻറ്റാലിറ്റി, ഇപ്പോൾ അവർ സ്ത്രീകളെ അത്ര അതൊരു കാര്യമാണത്. നമ്മൾ എത്രയൊക്കെ ഇഗ്നോർ ചെയ്യാൻ പോയാലും ചില ആണുങ്ങൾ സ്ത്രീകളുടെ വാക്കുകൾക്ക് അത്ര വില കൊടുക്കില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ സ്ത്രീ ആയിരിക്കണം. എന്നുവെച്ചാൽ ഒരു ഇന്ത്യൻ പ്രസിഡൻറ്റ് എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ലേഡി ആകുമ്പോൾ കുറച്ചും കൂടെ റെസ്പെക്റ്റ് കിട്ടും. അതല്ലാതെ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് പറയുന്ന അഭിപ്രായത്തോട് അത്ര അങ്ങോട്ട്
സീരിയസ് ആയിട്ട് ഒരാൾ എടുക്കണം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കണമെങ്കിൽ ആ സ്ത്രീ അതുപോലെയുള്ളൊരു സ്ത്രീ ആയിരിക്കണം. അതുപോലെ ആണുങ്ങളാണെങ്കിൽ തന്നെ അവരുടെ വാക്കുകൾക്ക്, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതുപോലെ തന്നെ ആണുങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയ സ്ത്രീകൾ എല്ലാ ആണുങ്ങളും പറയുന്നത് കേൾക്കില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകും, ഫ്രണ്ട്ലി ആയിട്ടുള്ള വാക്ക് തർക്കങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തോരം അറിയാം, എന്തൊക്കെ അറിയാം, ആ പേഴ്സൺ എന്തൊക്കെ അറിയാം എന്നൊരു തർക്കം നിങ്ങൾ തമ്മിൽ ഉണ്ടാവാതിരിക്കാം. ഒരു പ്ലേഫുള്ളായിട്ടുള്ള ഒരു തമാശക്കുള്ളൊരിത്. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അഡ്വൈസ് ചോദിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സണ് ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങളോട് അഡ്വൈസ് ചോദിക്കാം. അപ്പോൾ അത്രയുള്ളൊരു കാലിബറുള്ള ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് ഈ പേഴ്സൺ. എന്ന് വെച്ചാൽ അഡ്വൈസ് ചോദിക്കാൻ പറ്റിയ ആൾ. കാരണം കാര്യങ്ങൾ ചിന്തിച്ചു, മറ്റുള്ളവരെ പോലെ എടുത്തു ചാടി മറുപടി പറയില്ല, ആലോചിച്ച് ചിന്തിച്ചൊരു മറുപടി പറയുന്ന നല്ല അഡ്വൈസ് കൊടുക്കുന്ന ആളാണെന്ന് നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം? ഈ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ്? 2 കാർഡാണ് വന്നേക്കുന്നത്. ഏസ് ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. ഒരു ലവ് ഓഫർ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് വളരെ സീക്രട്ടായിട്ട് വേണം കേട്ടോ. ഈ റിലേഷൻഷിപ്പ് ഒരു വളരെ സീക്രട്ടായിട്ട് വളരെ പ്ലാനിങ്ങോട് കൂടെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ആരും അറിയാൻ പാടില്ല ഇത്, മനസ്സിലായോ? നിങ്ങൾ രണ്ടുപേരും അല്ലാതെ ഇത് വേറെ ആരും അറിയാൻ പാടില്ല. അതാണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം. ഏസ് ഓഫ് കപ്സ് ഉണ്ട്, ലവ് ഓഫറാണ് തരാൻ പോകുന്നത്, പക്ഷേ അത് സീക്രട്ടീവാണ്. അപ്പോൾ അത് ഇല്യൂഷണറി ആണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ പറയില്ല, ഒരു ജീവിച്ച് നോക്കുക എന്ന് പറയില്ലേ, മനസ്സിലായി? എൻ്റെ മനസ്സിലൊരു ഇമാജിനേഷൻ ഉണ്ട്, അത് നമുക്കൊന്ന് പ്രാക്ടിക്കലായിട്ട് നോക്കിയാലോ. എന്തായാലും നമ്മൾ തമ്മിൽ രണ്ടുപേരും വേറെ റിലേഷൻഷിപ്പിലുള്ള ആളാണ്, കുഴപ്പമില്ല, അതുകൊണ്ട് പ്രശ്നമില്ല, നമ്മൾ തമ്മിൽ ചേരാൻ പോകുന്നില്ല. എന്നാലും ആ ഒരു സിറ്റുവേഷൻ, അന്ന് നമ്മൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിരുന്നെങ്കിൽ എന്താകും എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ഇമാജിനറി സിറ്റുവേഷന് ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾ, പക്ഷേ സീക്രട്ടായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾ സൂക്ഷിക്കണം. കൈവിട്ട കളിയാണ്. ആരെങ്കിലും കയറി സീരിയസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു ആഘാതമാണ് നടക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ ചില സമയത്ത് നിങ്ങൾ വിവാഹം കഴിക്കാതിരുന്നതും അതിനും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചാൽ നിങ്ങൾ നല്ല ഫ്രണ്ട്സായിട്ട് തുടരണമെന്നില്ല. ചിലപ്പോൾ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കും നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കാതിരുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താകും സിറ്റുവേഷൻ എന്ന് അറിയാനായിട്ട് നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കാൽക്കുലേറ്റീവായിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് മുമ്പോട്ട് പോവുക. മനസ്സിലായോ? ഇവിടെ ഭയങ്കര റിസ്ക്കിയാണ് സിറ്റുവേഷൻ, പക്ഷെ നിങ്ങൾക്കും അതിന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് പോവുക, ഇല്ലെങ്കിൽ ബാക്ക് ഔട്ട് ചെയ്യുക. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലൈഫിലുള്ള ആളുടെ ഉദ്ദേശം. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, പൈസീസ്, ലീബ്ര, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ലിയോ, അക്വേറിയസ്, Libra, Gemini, Aries, Leo, Sagittarius, Taurus, Cancer, Pisces, Scorpio, ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ നിങ്ങളോട് ഇത് ഈ ഓഫർ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണോ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം ആലോചിച്ച് ചെയ്യുക. തലവേദനയായിട്ട് മാറരുത്. മനസ്സിലാവുണ്ടോ? ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതോടെ ഫൈനൽ റീഡിങ് കഴിഞ്ഞു. ഇനി വേറൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ദൈവം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും പ്രദാനം ചെയ്യാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.